പൊതുസുരക്ഷ ചൂണ്ടിക്കാട്ടി ഈ വർഷം മാത്രം വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 85,000 വിസകൾ അമേരിക്ക റദ്ദാക്കിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഇത്തവണത്തെ വിസ റദ്ദാക്കലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റദ്ദാക്കിയതിൽ 8,000-ലധികം വിദ്യാർത്ഥി വിസകളാണ്. മദ്യപിച്ച് വാഹനമോടിക്കൽ, ആക്രമണം, മോഷണം തുടങ്ങിയ കുറ്റങ്ങളാണ് വിസ റദ്ദാക്കലിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. ആകെ റദ്ദാക്കിയ വിസയിൽ പകുതിയോളം ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവരുടേതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അപേക്ഷകരുടെ സുരക്ഷാ പരിശോധനയുടെ കാര്യത്തിൽ പ്രത്യേക ജാഗ്രത തുടരുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു. എല്ലാ തലങ്ങളും പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കാതെ വിസ അനുവദിക്കുകയില്ല. എത്ര സമയമെടുത്താലും രാജ്യസുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന. അമേരിക്കക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയല്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ വിസ നൽകില്ലെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. സമൂഹമാധ്യമങ്ങളിലെ ഉള്ളടക്ക നിയന്ത്രണം, വസ്തുതാ പരിശോധന പോലുള്ള പ്രവർത്തനങ്ങൾ വിസ നിഷേധത്തിന് കാരണമാകുമോ എന്ന ചോദ്യത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യം അമേരിക്കയുടെ അടിസ്ഥാന മൂല്യമാണ്. അമേരിക്കൻ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്ന വിദേശികളിൽ നിന്ന് ട്രംപ് ഭരണകൂടം സംരക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ വിസ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല, അപേക്ഷകന്റെ എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. അഫ്ഗാനിൽ നിന്ന് 2021 സൈനിക പിന്മാറ്റത്തിന് ശേഷമുള്ള സുരക്ഷാ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് വിസ പരിശോധന നടപടി കർശനമാക്കിയതെന്ന് US അധികൃതർ വ്യക്തമാക്കി. കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിസ റദ്ദാക്കൽ സാധാരണ നടപടിയാണെങ്കിലും പൊതുസുരക്ഷയ്ക്ക് അമേരിക്ക ഊന്നൽ നൽകുന്നതിനാലാണ് വൻതോതിലുള്ള നടപടിയെന്നാണ് വിശദീകരണം.